ഹായ് എവരിവൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെലുങ്കിലെ മലയാളത്തിലെ ഒറ്റ വാക്കാണ്, പിന്നെ അതിന്റെ ചോദ്യവും. പക്ഷെ തെലുങ്കിൽ ഇത് കുറേ വാക്കുകളാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. മലയാളത്തിലെ ആ വാക്ക് ഇതാണ്, ഉണ്ട്. ചോദ്യം ഉണ്ടോ. അപ്പോൾ തെലുങ്കിൽ എന്തുകൊണ്ടാണ് കുറേ വാക്കുകൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെലുങ്കിൽ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഒരു വസ്തുവാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ മനുഷ്യരാണെങ്കിൽ ജീവനുള്ള മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ അല്ലെങ്കിൽ അതിനൊക്കെ വേറെ രീതിയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. മലയാളത്തിൽ ഒന്നേ ഉള്ളൂ, പക്ഷെ തെലുങ്കിൽ കുറേ ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ട് എന്ന് നേരെ നിങ്ങളൊരു തെലുങ്കിനോട് പോയി ചോദിക്കുകയാണെങ്കിൽ പുള്ളി എന്ത് പറയും എന്ന് വെച്ച് തുടങ്ങാം. ഓക്കെ, ഉണ്ട് എന്ന് തെലുങ്കിൽ പറയുന്നത് എങ്ങനെയാണ്? ഉന്തി. ഓക്കെ, ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഉന്ത. ഓക്കെ, ഉന്തി, ഉന്ത. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് വസ്തുക്കൾക്ക് മാത്രവും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീലിംഗമാണെങ്കിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ഉന്തി, ഉന്ത. ഓക്കെ, ഇനി ഞാനാണെങ്കിൽ നേനു, ഉണ്ണാനു. ഓക്കെ, ഞാൻ എന്ന് പറയാണ്ട് നേനു എന്നാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ വരികയാണെങ്കിൽ ഉണ്ണാനു എന്ന് പറഞ്ഞു തരണം. ഓക്കെ, നേനു, ഉണ്ണാനു. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇനി ഞാൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഞാൻ ഉണ്ണാനാ. നമ്മളതിന് ചോദിക്കാറില്ല. പക്ഷെ ഇപ്പം ഒരു ഗ്രൂപ്പിൽ നമുക്കറിയില്ല നമ്മൾ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. ഞാനുണ്ടോ, ഞാനുണ്ണാനാ എന്ന് ചോദിക്കാം. ഓക്കെ, ഉണ്ണാനു എന്നാണ് ഫുള്ളായ ആ ഒരു ഇതെങ്കിലും ഷോർട്ടായിട്ട് ഉണ്ണ എന്ന് പറഞ്ഞാൽ മതി. നേനുണ്ണ. അടുത്ത് നീ ഉണ്ട്. നീ ഉണ്ട് എന്ന് പറയാനായിട്ട് നുവ്വ് എന്നാണല്ലോ നീ എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, നുവ്വു, ഉണ്ണാവു. ഓക്കെ, സിമ്പിൾ ആണ്. നുവ്വു, ഉണ്ണാവു, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, നീ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഉണ്ണാവാ. ഓക്കെ, എപ്പോഴും ഈ ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ അത് പറയുന്നില്ല. അപ്പം നീ ഉണ്ട്, നുണ്ണാവു. നീ ഉണ്ടോ, നുണ്ണാവാ. ഇല്ലെങ്കിൽ ഉണ്ണാവാ, ചുമ്മാ ഉണ്ണാവാന്ന് ചോദിച്ചാൽ മതി. അടുത്തത് താങ്കൾ. താങ്കൾ എന്ന് പറയാനായിട്ട് മീരു ആണ്. നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാതെ ഉള്ളൂ. മീരു ഉണ്ണാരു. ഓക്കെ, മീരുണ്ണാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുണ്ട്, താങ്കളുണ്ട്. താങ്കൾ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് മീരുണ്ണാരാ. പിന്നെ ഞാൻ, നീ. ഓക്കെ, അടുത്ത് നമ്മൾ. നമ്മൾ, ഞങ്ങൾ. രണ്ടിനും കൂടി വേറെ വാക്കുകളുണ്ടെങ്കിലും ഒരേ ഫോർമാറ്റ് തന്നെയാണ്. അപ്പം മേമു എന്നാണ് ഞങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം മേമു ഉണ്ണാമു. ഓക്കെ, പിന്നെ നമ്മൾ എന്ന് പറയാനായിട്ട് മനമു ഉണ്ണാമു. ഓക്കെ, ഞാൻ പറയുന്നതിന് മുമ്പ് മേമു, മനമു എന്ന് പറഞ്ഞാൽ മേം, മനം എന്ന് പറഞ്ഞാൽ മതി. അപ്പം മേം ഉണ്ണാം. അതേപോലെ തന്നെ ഇവിടെ ഉണ്ണാമു എന്നതിന് പറയാനായിട്ട് ഉണ്ണാം എന്ന് പറഞ്ഞാൽ മതി. അപ്പം മേം ഉണ്ണാം അല്ലെങ്കിൽ മനം ഉണ്ണാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുണ്ട്, നമ്മളുണ്ട്. വീണ്ടും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? മേം ഉണ്ണാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുണ്ടോ, മനം ഉണ്ണാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടോ. അടുത്തത് അവനുണ്ട്. ഓക്കെ, അവൻ എന്ന് പറയാനായിട്ട് വാടു, അത്തടു, തനു അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാമല്ലോ. അത്തനു. ഓക്കെ, അതിനകത്ത് ഈ വാടു, അത്തടു എന്ന് പറയുന്നതിനകത്ത് അവസാനിക്കുന്ന ഡു എന്ന് പറഞ്ഞ വാക്കുണ്ട്, അതാണ്. അപ്പം വാടു ഉണ്ണാടു അല്ലെങ്കിൽ അത്തടു ഉണ്ണാടു. തനു, അത്തനു എന്നാലും അതേ ഫോർമാറ്റിന്, കാരണം അവനാണ്. ഓക്കെ, അപ്പം തനുണ്ണാടു അല്ലെങ്കിൽ അത്തനുണ്ണാടു. അപ്പം ഏത് പറഞ്ഞാലും ഓക്കെ, പക്ഷെ ഉണ്ണാടു എന്ന് തന്നെ വരണം. ഓക്കെ, അവനുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വാടുണ്ണാട അല്ലെങ്കിൽ അത്തനുണ്ണാട, അത്തനുണ്ണാട അല്ലെങ്കിൽ തനുണ്ണാട. ഓക്കെ, ഇനി അവൾ. അവൾ എന്ന് പറയാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതാണ് ഫോർമാറ്റ്. അത് ഉണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉന്തി. അത് ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഉന്ത. അതേപോലെ തന്നെ അവൾ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ആമെ ഉന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുണ്ടോ. ആമെ ഉന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 3 വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ ഓക്കെ അടുത്തത് ഇപ്പം ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, ഇത്രയും കഴിഞ്ഞു. അവർ. അവർ എന്ന് പറയാനായിട്ട് വാഴു അല്ലെങ്കിൽ വാരു. പിന്നെ വീരു, വീഴു എന്ന് പറഞ്ഞാൽ ഇവർ. അപ്പം അതിനെല്ലാം കൂടി നേരത്തെ പറഞ്ഞ ആ മീരുവിന്റെ ഫോർമാറ്റിന്, കാരണം അത് രു ആണല്ലോ, വാരു, മീരു. അതേപോലെ തന്നെ ഇവിടെ വാരു ഉണ്ണാരു അല്ലെങ്കിൽ വാഴു ഉണ്ണാരു. പിന്നെ വീരു ഉണ്ണാരു, വീഴു ഉണ്ണാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ട്. ആദ്യം പറഞ്ഞ അവരുണ്ട്. അവരുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വരുണ്ണാര അല്ലെങ്കിൽ വാളുണ്ണാര. വീരു ഉണ്ണാര, വീഴുണ്ണാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുണ്ടോ. ഓക്കെ, അപ്പം ഞാൻ, നീ, നമ്മൾ, എല്ലാം കഴിഞ്ഞു. ഇനി അത്, ഇത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഉണ്ട് എന്ന് പറയാനായിട്ട് അതി ഉന്തി. അതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതി ഉന്ത. ഇപ്പൊ ഈ അതി എന്ന് പറയുന്ന അവസാനിക്കുന്നത് ഈ എന്ന് പറഞ്ഞ ഒരു സിലബിളിലായതുകൊണ്ടും, ഉന്തി എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഊ എന്ന് പറഞ്ഞ സിലബിളിലായതുകൊണ്ടും അത് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് അതുന്ത എന്ന് പറയാം. ഓക്കെ, അതുന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടോ, അത് ഉന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്. അതി ഉന്തി, അതി ഉന്ത എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത്രയും പറയുന്നുള്ളൂ. നമ്മളിന്ന് പഠിച്ച വാക്ക് ഇതൊക്കെയാണ്. ഉന്ത, ഉന്തി. ശരിക്കും അതി, ഇതി എന്ന് പറഞ്ഞ വാക്ക് വേണ്ടിയാണ് അത്, ഇത്. പിന്നെ ഉണ്ണാനു, ഉണ്ണാവു, ഉണ്ണാരു, ഉണ്ണാടു, ഉന്തി.
ഇത് തന്നെ പല സബ്ജക്റ്റിന് പല പല കർത്താവിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞത്. ചോദ്യം വളരെ എളുപ്പമാണ്. ഉണ്ണാന, ഉണ്ണാവ, ഉണ്ണാര, ഉണ്ണാട, ഉണ്ണാര. ഓക്കെ, അങ്ങനെയാണ്. ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരൊറ്റ വശത്തേ ഉള്ളൂ. പക്ഷെ അവ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് പറയുന്നത് അവി എന്നാണ്. അവി അവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഉണ്ണൈ എന്നാണ്. ഉണ്ണൈ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അവിടെ ഉന്തി എന്ന് പറഞ്ഞു വരില്ല, ഉണ്ണൈ. ഇവിടെ ഈ ഉന്തി എന്ന് പറയുന്നത് ശരിക്കും ഉന്നതി എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. ഉന്നതി, ഉന്നത എന്ന് ചോദിച്ചാലും കറക്റ്റ് ആണ്. പക്ഷേ കുറേയൊക്കെ സാഹിത്യ ഭാഷയാണ്. സംസ്കൃത ഭാഷയിൽ ഉന്തി, ഉന്ത എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഉപകാരപ്പെടുന്ന കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.